ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. ഞാൻ രാവിലെ ഫോൺ നോക്കിയപ്പോഴാണ് കണ്ടത് ഇന്ന് വുമൻസ് ഡേ ആണ്, മാർച്ച് 8 എന്നൊക്കെ. പിന്നെ നമുക്ക് സ്ത്രീകൾക്കൊക്കെ എന്നും വുമൻസ് ഡേ ആണല്ലോ. സത്യത്തിൽ ഇന്ന് എൻ്റെ ഫോണിൽ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഒരു 50% പേരും സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് വർക്കിംഗ് വുമണായിട്ടുള്ള സ്ത്രീകളാട്ടോ. അതിലൊരു 30% പേര് മാത്രമാണ് ഹൗസ് വൈഫ്. അതും അവരിട്ടത് ഇന്നത്തെ ദിവസം ഓർത്തിട്ടൊന്നുമല്ല, എല്ലാവരും ഇട്ടത് കണ്ടിട്ടതാ അല്ലേ എൻ്റെ കൂട്ടുകാരെ? നിങ്ങളൊക്കെ അങ്ങനല്ലേ ഇട്ടത്? ഇന്നത്തെ ദിവസം ഓർമ്മ പോലുമില്ല, അല്ലെങ്കിൽ ഇന്ന് മാർച്ച് 8 വുമൻസ് ഡേ ആണ് എന്നറിയാത്ത എത്രയോ സ്ത്രീകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സ്ത്രീകൾക്ക് എന്നും വുമൻസ് ഡേ അല്ലേ? രാവിലെ എണീക്കുന്നു, ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ മുഴുവനും നോക്കുന്നു, പിന്നെ മക്കളെ രാവിലെ സ്കൂളിൽ ഫുഡ്, അവരുടെ കാര്യങ്ങൾ മുഴുവനും നോക്കി അവരെ സ്കൂളിൽ വിട്ട്, പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ എന്തെല്ലാം ജോലികളുണ്ട്, അപ്പോൾ അതെല്ലാം ചെയ്ത് ഉച്ചയാകുമ്പോഴത്തേക്കും പിന്നെന്താ അടുത്ത ജോലി. മക്കൾക്ക് പിന്നെ വൈകിട്ടേക്ക് എന്തെങ്കിലും വേണമല്ലോ സ്കൂളിൽ വിട്ട് വരുമ്പോൾ, പിന്നെ അതിനുള്ള ഓട്ടം. അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമയം കാണത്തില്ല. പിന്നെ അവർ വന്നാലോ, പിന്നെ അവരുടെ ട്യൂഷന്, ഫുഡ്, അത് ഇത്, പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഈ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി പിന്നെ ക്ഷീണിച്ചൊരുറക്കം. പിന്നെ ഇതിൽ പ്രവാസിയും പുറത്ത് ജോലിയുള്ള ഹസ്ബൻഡും ഒക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ പെട്ടെന്ന് മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ അവരെയും കൊണ്ടൊരു ഓട്ടമാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം ബാക്ക് ബോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹസ്ബൻഡാട്ടോ. അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. പിന്നെ മക്കൾക്ക് വല്ലതും പറ്റിയ നമ്മൾ പൊന്നുപോലെ അവരെ നോക്കും. അതുപോലെ ഭർത്താക്കന്മാർക്കും വല്ലതും പറ്റിയ അങ്ങനെ തന്നെയാണ്. പക്ഷെ രാവിലെ മുതൽ ഈ കണ്ട പണിയൊക്കെ ചെയ്ത് എന്തെങ്കിലും വയ്യായിക വന്നാൽ ഒന്ന് കിടക്കാൻ പോലും പറ്റാത്ത എത്ര പേരുണ്ട് ഇതിൽ. അഥവാ കിടന്നാൽ അവരുടെ മനസ്സിലെ ചിന്ത, അയ്യോ ഇന്ന് ഞാൻ കിടന്നാൽ എൻ്റെ മക്കൾ പട്ടിണിയാവും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും, എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും, ഇങ്ങനെ പല ചിന്തകളാണ്. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭയങ്കര ലക്കാണ് കേട്ടോ. അപ്പോഴേ രാവിലെ ഞാൻ ഈ കത്തിയടിക്കുമൊന്നുമല്ല കേട്ടോ, എൻ്റെ മനസ്സിൽ തോന്നിയതും ഞാൻ കാണുന്നതും അനുഭവിക്കുന്നതുമായ കുറച്ച് കാര്യങ്ങളാട്ടോ ഞാനിന്നിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അവസ്ഥകളും അനുഭവങ്ങളും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൽ നിങ്ങൾ എങ്ങനെയാണ്, ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എല്ലാവർക്കും ഇന്ന് വുമൻസ് ഡേ ആണ്, എന്നാലും പ്രത്യേകതയല്ലേ ഇന്ന്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി വുമൻസ് ഡേ. അയ്യോ, എൻ്റെ മക്കളവിടെ എന്തൊക്കെയോ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.